എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റ് ആയിട്ട് വിശ്വസിക്കുന്നു. സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ ന്യൂസ് ചാനലിലും കണ്ടിട്ടുണ്ടാവും, ഞാൻ ഒളിവിലാണ്, എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി. ഞാനിപ്പം ഈ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന എന്റെ ഈ വാഹനം പോലീസ് കസ്റ്റഡിയിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേര് പറഞ്ഞു എന്റെ വാഹനത്തിൽ നിന്ന് MDMA കിട്ടിയായിരുന്നു. ഓക്കെ, ഹെലൻ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജാസി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഞാൻ അതും വെച്ച് തരാം. അപ്പോൾ ഹെലൻ്റെ ഒരു വീഡിയോ നമ്മൾ മുമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഹെലൻ്റെ എക്സ്പ്ലനേഷനും കൂടെ നമുക്ക് കേൾക്കാം എന്നുള്ള രീതി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ ആ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ് ചെയ്തേക്ക്, ലൈക്കും കൂടെ കൊടുക്കുന്ന ഹൈപ്പും കൂടെ കൊടുത്തേര്. ഓക്കെ, ഇതിപ്പോൾ ജാസിയുടെ രാവുകളാണെന്ന് തോന്നുന്നു. ഓക്കെ, പുള്ളിയുടെ സംസാരം ഒന്ന് നിങ്ങളൊന്ന് കേട്ടിട്ട് ആദ്യം. ഓക്കെ, ഒരിക്കലും ഇങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ എല്ലാവരും പറഞ്ഞ ജാസി എന്തായാലും വീഡിയോ ചെയ്യണം. അപ്പൊ എനിക്ക് തോന്നി ചെയ്യാം, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും കേട്ടതുപോലെ ഞാനും കേട്ടു, ഹെലോസ് പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യപിച്ച് കാർ ഓടിച്ചതിന്റെ പേരിൽ ഫൈൻ കിട്ടിയിരുന്നു. അതിന് എന്തൊക്കെയാണ് സത്യാവസ്ഥ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ ഗംഗയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഹെലോസ് പാട്ടിന്റെ സ്ഥാനത്ത് ഞാൻ ഗംഗയല്ല ധന്യ, അതുപോലും അറിയത്തില്ല ആയിരുന്നെങ്കിൽ എന്നെ വലിച്ച് ചീന്തി തഴക്കും തന്തക്കും വിളിച്ച് പൊങ്കായിട്ടിരുന്നു ഈ പറഞ്ഞ കുട്ടി അല്ലേ. പക്ഷെ ഞാൻ ഒരിക്കലും സത്യം അത് പറഞ്ഞ് പരമാർത്ഥമാണ് പുള്ളി പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ട് അംഗീകരിക്കുന്ന ആദ്യത്തെ സംഭവം ഇതാണ്. ചെയ്യുന്നില്ല. കാരണം എന്റെ വീട്ടിലും എന്റെ കുടുംബത്തിലും എന്റെ അച്ഛനും അമ്മയും ഒന്നും എന്നെ അങ്ങനെയല്ല പഠിപ്പിച്ചിട്ടുള്ളത്. പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ തന്നെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ധന്യ പഴയ വീഡിയോ പൊക്കി എടുപ്പിക്കണോ? വേണ്ട, നമ്മളിനി പഴയനോട്ടൊന്നും പോകണ്ട. പറ മൊത്തം ഞാൻ കേൾക്കട്ടെ. ഇത് നിനക്കാണ് ഒരുപാട് നേരെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വിളിക്കുന്ന ദൈവത്തിന് അല്ലെങ്കിൽ എന്റെ പഠിച്ചവന് ശക്തിയുണ്ട്. അതാണ് ഇപ്പൊ ഇങ്ങനെ കാണിച്ചത്. കർമ്മ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് മോളെ. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? എനിക്ക് വേണമെങ്കിൽ നീ പറഞ്ഞതുപോലെ ഒരുപാട് ഹട്ടഹിച്ചിട്ടും പരിഹസിച്ചിട്ടും ഒക്കെ വീഡിയോ ചെയ്യാം. പക്ഷേ എനിക്ക് അതിന്റെ ഒരു റീച്ചോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക എന്റെ ഫോളോവേഴ്സ് കൂട്ടാനോ എനിക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല കോമഡി വീഡിയോസും നല്ല വീഡിയോസും ചെയ്താൽ ആൾക്കാർ ഏറ്റെടുക്കും. പിന്നെ നീ പറഞ്ഞു ആഷിന്റെയും എന്റെയും ബന്ധം. സ്വന്തം വീട്ടിൽ നിന്ന് അച്ഛനും അമ്മനെ ഉപേക്ഷിച്ച് ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയ നീ എന്ത് അധികാരത്തിലാണ് അത് പറഞ്ഞത്? പിന്നെ വേറെ കാര്യം പറ്റേ, ഇപ്പൊ നിങ്ങൾ പേച്ചപ്പായൊന്നും എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് നിന്റെ ഭർത്താവ് ഒരിക്കലും നിന്റെ ഫാമിലി കൂടെ വീഡിയോ എടുത്തത്? ഓക്കെ, അതൊക്കെ നിങ്ങൾ പേഴ്സണൽ കാര്യമാണ്. അതുപോലെ ഇതൊക്കെ എന്തിനാണ് ഇവിടെ വന്ന് പറയുന്നത്? പോട്ടെ, നീ ഒരു ദിവസം അവളെ വിളിച്ചിട്ടും ഒന്ന് പൊക്കി കാണിച്ച്, അതാണല്ലോ എല്ലാത്തിനും കാര്യം. എടാ അതൊക്കെ വിട്. നീ ഇവിടെ വന്നിട്ട് മാന്യമായിട്ട് ഒന്ന് സംസാരിച്ചിട്ട് അങ്ങ് പോയാൽ മാത്രം മതി. ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ അങ്ങ് വിട്. ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇപ്പം നന്മയായിട്ട് സംസാരിച്ചിട്ട് ഇടയ്ക്കൊക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ കുത്താതിരിക്കുക. നീ ഇതൊക്കെ ഒഴിവാക്കി സംസാരിച്ചാൽ നിന്നെ ആൾക്കാർ കുറച്ചും കൂടെ മാനിക്കും. ഇത് പിന്നെ നെഗറ്റീവ് ആവാൻ ചാൻസ് ഉണ്ട്. അതിനുള്ള കാര്യം പറയാലോ ജാസി. എല്ലാവർക്കും ഓരോരുത്തർ പേഴ്സണൽ കാര്യങ്ങളുണ്ട് തന്നെയാ. അതിലേക്ക് ചൂഴ്ന്നിറങ്ങാനോ അല്ലെങ്കിൽ അത് കുത്തി മടുപ്പിക്കാനോ ആരും വരരുത്. ഇപ്പോ എനിക്ക് സത്യം പറഞ്ഞാല് ഇതിൽ എന്റെ ശത്രുവാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കും. എന്റെ ശത്രുവിന് ഒരു ഇത് വന്നു എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. മനുഷ്യനായിട്ട് ഞാൻ കാണുന്നുള്ളൂ. എന്തായാലും അതിന് സത്യാവസ്ഥ എന്താണെന്ന് തന്നെ പറയട്ടെ. പഠിച്ചോനെ എന്താ പറയാ, എനിക്കൊന്നും കൂടുതലൊന്നും പറയാനില്ല. സത്യമാണ് വിജയിക്കുകയുള്ളൂ, അതൊന്നും വിജയിക്കില്ല. സത്യമേ ജയതേ, അത്രേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും പറഞ്ഞു പൊന്നിസംഖ്യ കളിക്കണമെന്ന്. എന്തിന്? അതിന്റെ ആവശ്യം വരുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും ആരുടെ ഭാഗത്താണോ തെറ്റ് അല്ലെങ്കിൽ ആരാണോ തെറ്റ് ചെയ്തത് ആ ദൈവം കൊണ്ടുവരിക തന്നെ ചെയ്യും. അപ്പോ നിങ്ങൾക്ക് ഇതൊരു പാഠമാവട്ടെ, ഇതിൽ നിന്ന് പഠിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. അവളെ ചൊറിഞ്ഞു, അവൾ ഇനി മാന്തായിരുന്നാൽ മാത്രം മതി. ഓക്കെ, ഇനിയിപ്പോൾ ഹെലൻ വന്ന് സംസാരിച്ച വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ വെക്കുകയൊക്കെ ചെയ്യാം. ഹെലൻ്റെ സംസാരവും രീതികളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഈ സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പുള്ളി ഇച്ചിരി ആറ്റിറ്റ്യൂഡും പുള്ളിയുടെ രീതിയിലും പുള്ളിയുടെ ശൈലിയിലും കാര്യങ്ങളൊക്കെ പുള്ളി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഹെലനെ സോഷ്യൽ മീഡിയ ആണ്, കേട്ടേ പറ്റൂ. ഹെലനും ഇതുപോലൊക്കെ വന്ന് പറയുകയൊക്കെ ചെയ്യുന്നതാണ്, ഞാനും പറയുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യങ്ങളൊക്കെ തന്നെയാണ്. പുള്ളിയുടെ ശൈലിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ഒരു ബിയർ അടിച്ചു. പുള്ളി എന്ത് തെറ്റ് ചെയ്താലും വന്നിട്ട് പറയും ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് പുള്ളി എന്താ പറയുക, ഒഴിഞ്ഞു മാറത്തില്ല. ആ കാര്യമെന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ആ ഒരു വിഷയത്തിനെ കുറിച്ച് തൊടത്തില്ലല്ലോ. എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഹെലൻ എന്താ പറയാനുള്ളതെന്നൊക്കെ നമുക്കൊന്ന് കേൾക്കാം. ഇവിടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. സീരിയസ് ആയിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ ന്യൂസ് ചാനലിലും കണ്ടിട്ടുണ്ടാവും, ഞാൻ ഒളിവിലാണ്, എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി. ഞാനിപ്പം ഈ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന എന്റെ ഈ വാഹനം പോലീസ് കസ്റ്റഡിയിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേര് പറഞ്ഞു എന്റെ വാഹനത്തിൽ നിന്ന് MDMA കിട്ടിയായിരുന്നു, അതുകൊണ്ടാണ് പോലീസ് എടുത്തുകൊണ്ട് പോയെന്നൊക്കെയുള്ളത്. അതിന് പറയാം വെരി 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 സോറി. എന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു മിസ്റ്റേക്ക് ആണത്. കാരണം ഒരു പരിപാടിയുടെ ഇടയിൽ ഞാനൊരു ഈ പറയുന്നത് പോലെ ഒരു ബിയർ അടിച്ചിട്ടുണ്ടായിരുന്നു. അടിച്ച സമയത്ത് വണ്ടി എടുക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ ഭാഗത്ത് നിന്ന് തെറ്റാണ്. ഐ എം വെരി 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 സോറി ടു മൈ ഫോളോവേഴ്സ്. അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരോട് അതെന്റെ ഭാഗത്ത് നിന്ന് തെറ്റാണ്. അപ്പം ഈ പറയുന്നത് പോലെ വണ്ടി നിർത്താത്തതിന്റെ കാരണം ഞാൻ പറയാം. റോഡിൽ നിർത്തി കഴിഞ്ഞാൽ ഇവരുടെ ഈ ലൈറ്റിന്റെ ഇടയിൽ എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുകയും ചെയ്യും. എന്നെ അറിയുന്ന ആൾക്കാരാണ്, അതൊരു പ്രശ്നമാവണ്ട, അതൊരു വീഡിയോ വരാൻ. അല്ല, ഈ രാത്രി 2 മണിക്ക് നിന്നെ അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ? ഞാൻ അറിയാൻ മേത്തോട്ട് ചോദിക്കുകയാണ്. രാത്രി അത്രയും ആൾക്കാരൊക്കെ ഉള്ള സ്ഥലമായിരുന്നു. കറക്റ്റ് സമയം പറഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായെന്ന് തോന്നുന്നുണ്ട്. നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ രാത്രി 2 മണിക്കത്തെ സംഭവമാണ്. പുള്ളി ഒരു പാട്ട് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് എന്നാണ് സംസാരിക്കുക. അപ്പോൾ പുള്ളി ഒറ്റയ്ക്കാണ്, ഈ പുള്ളിയുടെ സംസാരം കേട്ടിട്ട് ഒറ്റയ്ക്കാണ്, കൂടെ ആരുമില്ലായിരുന്നു തോന്നുന്നു. ഓക്കെ, എന്തായാലും ആ രാത്രി ആ ഒരു ഇതൊക്കെ കണ്ടിട്ട് ആൾക്കാരൊക്കെ കൂടാന്നൊക്കെ പറയുമ്പം
പറ. എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ നിർത്താതിരുന്നത്. പിടിച്ചതിനെ അല്ലാതെ പേടിച്ചിട്ടല്ലേ? വലിയത് മാളത്തിൽ നിന്ന് പറഞ്ഞതുപോലെ നല്ല രീതിയില സംസാരിച്ച് പറ. വീഡിയോയെക്കാളും ഞാൻ ഫേമസ് ആയി. ഓക്കെ, അത് കഴിഞ്ഞ് അല്ലെങ്കിൽ തന്നെ അറിയാം, എല്ലാവർക്കും അറിയാം, ARG നമ്മുടെ അർജുൻ്റെ വിഷയത്തിലാണ് അങ്ങോട്ട് മനഃപൂർവ്വം കിടന്നങ്ങ് ചൊറിയുമായിരുന്നു. കാരണം പുള്ളി അങ്ങ് റോസ്റ്റ് ചെയ്താൽ ഇച്ചിരി കൂടെ ഫേം ആവാമല്ലോ എന്ന് കരുതിയിട്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 5-6 വർഷമായി ആ ഒരു സംഭവം നടന്നിട്ട്. എന്നിട്ട് സ്വന്തം യൂട്യൂബ് ചാനലിൽ തന്നെ എൻ്റെ ഒരു ഇൻ്റർവ്യൂ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇൻസ്റ്റയിൽ പോസ്റ്റും ചെയ്ത് ആ ഇൻ്റർവ്യൂ ഞാൻ നോക്കുമ്പോൾ പുള്ളിക്കാരെ എൻ്റെ ക്വസ്റ്റ്യൻ എഴുതി. എനിക്ക് തോന്നുന്നു അമ്മയാന്ന് തോന്നുന്നു ആ ക്വസ്റ്റ്യൻ ചോദിക്കുകയൊക്കെ ചെയ്തത്. പുള്ളിയുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഇട്ട് അങ്ങോട്ട് 2-3-4 ലക്ഷം വ്യൂ, അങ്ങനെ ഒരു പിങ്ക് ഡ്രസ്സ് അങ്ങോട്ടായിരുന്നു അന്നത്തെ കാലത്ത്. അങ്ങനെ ഇട്ട് വന്നിട്ട് തന്നെ ഇരുന്നിട്ട് എന്തൊക്കെയോ എന്ന് പറയുമായിരുന്നു. അന്ന് തന്നെ ട്രോളായിരുന്നു. എന്റെ വീട്ടിന്റെ ഫ്രണ്ടിലാണ് ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നത്. പോലീസുകാർ വളരെ മാന്യമായിട്ട് മദ്യപിച്ചിട്ടാണ് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അവര് ഈ പറയുന്ന പോലെ പെറ്റി അടിക്കണം എന്നുണ്ടെങ്കിൽ ആ ഊതുന്ന സാധനത്തിൽ ഊതണം, അത് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അത് എടുത്തിട്ട് വന്നു, ഊതി. അത് കഴിഞ്ഞ് ഇത് കോടതിയിൽ അടച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇത്രയും തങ്കപ്പെട്ട പോലീസുകാരാ. എന്തൊരു സ്നേഹം. വളരെ വ്യക്തമായിട്ട് ഇതിന്റെ അപകടവശങ്ങളും ഇപ്പൊ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ സംഭവിച്ചിരുന്നെങ്കിൽ, ശരിയാണ്, ഞാൻ കൂടി അപകടവശങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് അല്ലേ പറ ചിന്തിക്കേണ്ടതായിരുന്നു. സംഭവിച്ചിരുന്നെങ്കിൽ പിന്നെ നമ്മൾ ഖേദിച്ചിട്ടോ അല്ലെങ്കിൽ അയ്യോ ഞാൻ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നൊക്കെ പറഞ്ഞു തന്നിട്ട് കാര്യങ്ങളുടെ സീരിയസ്നെസ് ഈ പറയുന്ന പോലെ മദ്യപിച്ചതിന് ഒരു കുപ്പി, ഒരു പെഗ് എന്നല്ല, അരയാണെങ്കിലും 12 ആണെങ്കിലും സ്റ്റിയറിംഗ് തുടങ്ങി പാടില്ല എന്നുള്ളതും അതിന് കുറെ കാരണങ്ങൾ പറഞ്ഞു തന്നിട്ട് ഇത് അടച്ചാൽ മതി എന്ന് പറഞ്ഞ് പോലീസുകാർ പോവുകയാണ് ഉണ്ടായത്. ഓക്കെ, അപ്പം ഹെലൻ ഇതിനെ കുറിച്ചെല്ലാം നല്ല രീതിയിൽ അറിയാവുന്ന ഒരു വ്യക്തിയല്ലേ. സോഷ്യൽ മീഡിയ വന്നിട്ട് ഹെലൻ ഇതിനെ കുറിച്ച് വാചാലം അടിക്കുന്ന ഒരു വ്യക്തിയാണ് പല കേസായിട്ടും. ഓക്കെ, എന്തായാലും ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ട് മദ്യപിക്കുന്നതിന് കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല, അതൊക്കെ നോർമലായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ എല്ലാ പെണ്ണുങ്ങളും കഴിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ ഈ ഒരു സംസാരം ഉണ്ടല്ലോ, ഈ ഒരു വീഡിയോ ഞാൻ മൊത്തം കണ്ടിട്ട് ഒന്നുകൂടെ ഇരുന്ന് കാണുകയാണ്. പക്ഷേ അത് കേട്ടപ്പോൾ എനിക്ക് അത്ര സുഖകരമായിട്ട് തോന്നിയിട്ടില്ല, ഉള്ള കാര്യം പറയാമല്ലോ. എന്റെ വണ്ടി എന്റെ കയ്യിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്, ഞാനും അവിടെ തന്നെയാണ്. കാരണം സ്വന്തം കാര്യം വന്നപ്പോൾ എസ്സേ പോലെ അങ്ങ് പ്രസംഗിക്കുന്നു. വല്ലവൻ്റെ കാര്യമായിരുന്നെങ്കിലാ എൻ്റെ പൊന്നോ ന്യായം അതാണ്, ഇതാണ്, മറ്റേതാണ്, മറിച്ചാണ്, ഞാൻ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, എൻ്റെ ഇങ്ങനെ പറ്റി, അങ്ങനെ അതുകൊണ്ടാണ് എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേറെ ഒരുത്തൻ്റെ വിഷയമാണെങ്കിലും അവൻ അത് തന്നെ കൺഫേം ആണ്, ഈ ഒന്നും പറയാനില്ല, അതിന് സത്യാവസ്ഥയൊന്നും പറയാനില്ല. ഓക്കെ, വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എന്റെ വണ്ടി ചെക്ക് ചെയ്യാൻ വേറെ എന്തെങ്കിലും, കാരണം ഇപ്പം ഈ ഓപ്പറേഷൻ തൂഫാൻ കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് എന്നെ സംശയിക്കുന്നതിലോ അല്ലെങ്കിൽ എന്റെ വണ്ടി സാധനം ഉണ്ടാവും എന്ന് സംശയിക്കുന്നതിലോ ഒരു തെറ്റുമില്ല. നിങ്ങൾക്ക് വണ്ടി ചെക്ക് ചെയ്യാം, കാരണം ഞാൻ 101% ഉറപ്പുള്ള ഒരു വ്യക്തിയാണ്. ഈ പറയുന്നത് പോലെ മീർ അടിച്ചിട്ടുണ്ട്, സ്ഥിരമായിട്ടല്ല, കാരണം ഞാൻ ഇവിടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടത്. പിന്നെ അന്ന് ഞാൻ അടിച്ചിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ്, അത് നിഷേധിക്കുന്നില്ല. അതിന്റെ കാര്യങ്ങളും കാരണങ്ങളും ഒക്കെ പറഞ്ഞു പോയിട്ട് എനിക്ക് ഒന്ന് 2 ദിവസമായി ആ ഒരു സംഭവം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് അതിന്റെ ന്യൂസും കാര്യങ്ങളും വരുന്നുള്ളത്. ആദ്യമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എന്റെ വണ്ടി പിടിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല, എന്റെ വണ്ടി പിടിച്ചോണ്ട് പോയി. നോർമലി ഒരു കോമൺ വ്യക്തികൾക്ക് ഡ്രങ്ക് ആൻഡ് ഡ്രൈവിൽ പെറ്റി എങ്ങനെയാണോ വരുന്നത്, ആ പെറ്റിയാണ് എനിക്ക് വന്നിട്ടുള്ളത്. അത് ഞാൻ വളരെ കൃത്യമായി കോടതിയിൽ പോയി അടക്കുകയും ചെയ്യും. ഞാൻ ഒരിക്കലും ഒരു കാരണവശാലും മദ്യം ഇതുവരെ ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. ഞാൻ ഒരാളെയും എന്റെ ജീവിതത്തിൽ ഒരാളെയും ഞാൻ മദ്യപിക്കാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല. ഞാൻ മദ്യപിക്കാറില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ പറയുന്നതുപോലെ സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ഒരാളല്ല. പിന്നെ കുറച്ച് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കമന്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മദ്യമല്ല പാട്ട ഉപയോഗിച്ച് മദ്യമല്ല ലഹരി, മയക്കുമരുന്ന് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ കാസർഗോഡ് തന്നെ ഇപ്പം കറന്റ്ലി കാസർഗോഡ് തന്നെ നിങ്ങൾക്ക് പ്രൊമോഷൻ ആയിക്കോട്ടെ, കാസർഗോഡ് തന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിട്ടുള്ള ആസ്റ്റർ മിംസിൽ ഞാൻ പോയിട്ട് എന്റെ നമ്പർ ഒന്ന് ആസ്റ്റർ മിംസിൽ പോയിട്ട് ഈ പറഞ്ഞതുപോലെ ഈ 3550 രൂപ 50 പൈസ കൊടുത്തിട്ട് ഞാൻ എന്റെ ഡ്രഗ് പ്ലസ് ആൽക്കഹോൾ കൂടെ ഞാൻ അതിൽ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങൾ കാണുന്ന പോലെ അയ്യപ്പ ബൈജൊന്നുമല്ല ഞാൻ. പിന്നെ അപ്പൊ അത് എനിക്ക് എന്റെ ബാക്കി നിങ്ങൾ എന്റെ നെഗറ്റീവ് പറയുന്നത് നിങ്ങളോടല്ല കേട്ടോ. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് മെസ്സേജ് വന്നതിന് കണക്കില്ല, എനിക്ക് കോൾ വന്നതിന് കണക്കില്ല. അങ്ങനെ ശരിയില്ല, ഈ പറയുന്നത് പോലെ നിങ്ങൾ കാർ പിടിച്ചോണ്ട് പോയി, എന്നെ പിടിച്ചോണ്ട് പോയി, ഞാൻ കസ്റ്റഡിയിലാണ്, ഞാൻ ജയിലിൽ ഗോതമ്പ് വന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ. ഇങ്ങനെയൊക്കെ ആരാ പറഞ്ഞത്? ഇങ്ങനെ ആരാ പറഞ്ഞത്? കമന്റ് ബോക്സിലാണെന്ന് തോന്നുന്നു. കമന്റ് ബോക്സിൽ പിന്നെ അങ്ങനെയാണല്ലോ. എന്നാ അത് എൻ്റെ പൊന്നെ ഹെലന് ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ട്. നമുക്കൊരു വിഷയം വരുമ്പോഴായിരിക്കും നമ്മുടെ കമന്റ് ബോക്സിൽ മൊത്തം അവൻ അങ്ങനെയാണ്, അവൻ അറിയണം, മറ്റേതാണ്, മറിച്ചാണ്, അതിൻ്റെ പൊന്നോ. ഇപ്പം എവിടെ നോക്കിയാലും ജാസി ആയിരുന്നു ശരി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇപ്പം നിന്റെ ഭാഗത്താണ് ശരിയെങ്കിൽ പോലും ജാസി ആയിരുന്നു ശരി അങ്ങനെ പറയുന്ന ആൾക്കാർ. ഓഡിയൻസിൻ്റെ കാര്യം നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തൊന്നുമല്ല. ഇപ്പം കാണുന്ന പോലെയല്ല നാളെ കാണുന്നത്. അതൊക്കെ ആ ഒരു സെൻസിലെടുത്താൽ മാത്രം മതി. ഓക്കെ, എനിക്ക് പറയാനുള്ളത് ഗുഡ് ജോബ്, വെരി 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 ഗുഡ്. നിങ്ങൾ പിന്നെ ഈ പറയുന്നത് പോലെ നോർമൽ, ഞാൻ ഡിവൈസിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ നോർമൽ ഞാനൊരു സ്ത്രീയാണ് എന്ന് വിചാരിക്കാം, സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ ഒരു ഹ്യൂമൻ ബീങ് ആണെന്ന് വിചാരിക്കാം, ഞാൻ ആർക്കും അറിയില്ല. ഈ പറയുന്നത് പോലെ ഡ്രങ്ക് ആൻഡ് ഡ്രൈവിൽ നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഊതി പെറ്റി അടച്ചു, നെക്സ്റ്റ് എന്തായിരിക്കും എന്ന് ചോദിച്ചു. നിങ്ങൾ കോടതി പോയി അടക്കം അവിടെ കഴിഞ്ഞു. ഇങ്ങനെ ന്യൂസ് വരുമെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞില്ല. ബിക്കോസ് നിങ്ങൾ പബ്ലിക് ഫിഗർ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ന്യൂസ് വരും. ഈ
പറഞ്ഞതുപോലെ അത് വിഷയമുള്ള കാര്യമല്ല കേട്ടോ, വിഷയമുള്ള കാര്യമല്ല, ഞാൻ നിഷേധിക്കുന്നില്ല. എന്റെ ഭാഗത്തു നിന്ന് വന്ന തെറ്റാണത്. ഈ പറഞ്ഞതുപോലെ ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ്, ഞാൻ റിപ്പീറ്റ് ചെയ്യുകയില്ല, ഒരിക്കലും ഐ പ്രോമിസ് യു ദാറ്റ് ഞാൻ അത് റിപ്പീറ്റ് ചെയ്യുകയില്ല. മാത്രമല്ല എനിക്ക് പറയാനുള്ളത് ഞങ്ങളെ പ്രോമിസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ സോഷ്യൽ മീഡിയ വന്നിട്ട് ഇവിടുത്തെ സബ്സ്ക്രൈബേഴ്സിനോടൊന്നും മാപ്പ് പറയേണ്ട ഒരു ആവശ്യമില്ല ഹെലനെ. ഹെലനെ ഞാൻ ഒരു ഉള്ളായിരുന്നു തുറന്നുകൊണ്ടല്ലോ. ഇല്ല ലല്ലുവിൻ്റെ ഒക്കെ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊരു വിഷയം വന്നപ്പോൾ ലല്ലുവിൻ്റെ തെറ്റാണ്. ഓക്കെ, ആ ഒരു വിഷയത്തിൽ ഹെലൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചൊരു മോനല്ല എന്നുള്ളൊരു അർത്ഥം വെച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നീ നമ്മളെ ആരെയും ബോധ്യപ്പെടുത്തണ്ട, നീ നിന്റെ വീട്ടുകാരെ മാത്രം ബോധ്യപ്പെടുത്തിയാൽ മതി. അതാ വേണ്ടത്. നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. സോഷ്യൽ മീഡിയ വന്ന് സബ്സ്ക്രൈബേഴ്സിനോടൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണങ്ങൾ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഞാനിത് ആവർത്തിക്കില്ല, അങ്ങനെയാണ് മറ്റാണ്, ഇതൊന്നും കൂടെ പറയേണ്ട ആവശ്യമില്ല. അത്രേ ഉള്ളൂ. ഇതൊന്നും കൂടെ പറയേണ്ട ആവശ്യമില്ല. ഞാനൊരു ബിയർ കഴിച്ചു, അത്രേ ഉള്ളൂ. കഴിച്ചു, എൻ്റെ ഭാഗത്ത് നിങ്ങൾക്കൊരു സംഭവം ഉണ്ടായി, അതാണ് സത്യാവസ്ഥ. അത് മതി. എന്തായാലും നിന്നെ പിടിച്ചോണ്ട് പോകും, ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇതൊക്കെ വെറുതെ ഇങ്ങനെ പറയുമ്പോഴാണ് കൂടുതലും കൂടെ സത്യം പറയാലോ ഹെലൻ നെഗറ്റീവ് ആവുന്നല്ല, എന്താ പറയണ്ടേ, ആൾക്കാർ ഒരു സ്റ്റാൻഡില്ലാത്ത രീതിയിലാക്കി. നമ്മുടെ ആൾക്കാർ അങ്ങനെയാണ് ഉള്ള കാര്യം പറയാമല്ലോ. കാരണം അതുപോലെ ഓരോ വ്യക്തികളെ കുറിച്ച് ഹെലൻ എടാ പൊടാ വാടാ തെറി വിളിച്ചു വരെ സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാ. നിങ്ങളുടെ പേര് മര്യാദക്ക് പഠിക്കാൻ നിങ്ങൾ നോക്കിയിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്ന ഒരു പേരാണ് എന്നത്. രണ്ടാമത്തെ കാര്യം, ഒന്നെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ കോൺടാക്ട് നമ്പറോ എന്റെ ഫാമിലിയിൽ ആരെങ്കിലും കോൺടാക്ട് നമ്പർ കിട്ടും, നിങ്ങൾക്ക് ചോദിക്കാം. എന്റെ കാർ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടോ, എന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ, എന്നെ പോലീസ് വിലങ്ങ് വെച്ച് അറസ്റ്റ്, ഞാൻ ആരും കൊന്നിട്ടില്ല. ഈ പറയുന്ന പോലെ ഞാൻ ഒരാളുടെ 5 പൈസ ഞാൻ എടുത്തിട്ടുമില്ല. ഒരാളെ കൊന്നിട്ടോ ഈ പറയുന്ന ഒന്നും ചെയ്യാത്ത എന്റെ ന്യൂസ് അത് നല്ലതാണ് കേട്ടോ, നല്ലതാണ്. പിന്നെ ഈ മാപ്പറങ്ങളോട് അപ്രീഷിയേറ്റ് ചെയ്യാൻ ഒരു കാര്യം, നിങ്ങൾ വെച്ച ഫോട്ടോസ് ഒക്കെ അടിപൊളിയാണ്. ഈ അല്ലാത്ത ആൾക്കാർ എപ്പോഴും എന്റെ പണ്ടത്തെ ഞാൻ ബോബ് ചെയ്തിട്ടുള്ള ഫോട്ടോസ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഫോട്ടോസ്, ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഫോട്ടോസ്, വീഡിയോ സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്താണ് വെക്കാറുള്ളത്. പക്ഷേ ഇന്ന് വന്ന എല്ലാ ന്യൂസുകളിലും എന്റെ ഫോട്ടോസ് ആർ വെരി ക്യൂട്ട്. ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് പോസ്റ്റ് ചെയ്ത ഫോട്ടോസുകളൊക്കെ നിങ്ങൾ വെച്ചിട്ടുണ്ട്. ഞാൻ ഓർമ്മിട്ടിട്ടുണ്ടായിരുന്നു എല്ലാം വെറൈറ്റി ആയിട്ട് ഒരു സംഭവം കാഴ്ച വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ നോക്കിയാൽ മതി. പറ്റുവാണെങ്കിൽ ഒന്ന് ഹൈപ്പും കൂടെ ചെയ്തു തരും. നല്ല കാര്യമാണ്. എന്തായാലും ഞാനിപ്പോൾ സ്റ്റേഷനിൽ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഈ പറഞ്ഞ നോർമൽ ആൾക്കാർ എങ്ങനെ ചെയ്യില്ല. പക്ഷേ ഇതിന്റെ കൂടെ തന്നെ എന്റെ വീഡിയോ നിങ്ങൾ കാണുമെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ആരാണ് ഇതിന്റെ പിന്നിലെന്നും എന്താണെന്നും എനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. ഓക്കെ, പിന്നെ എന്റെ ഫാമിലി, എന്റെ യാരെന്താ പട്ടാമ്പൂച്ചി, അതാരാണ്? ജാസിയാണോ ഇനി ഉദ്ദേശിക്കുന്നത് എന്റെ പിന്നിലാ? ഫ്രണ്ട് സർക്കിൾ എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരുപാട് പേരുടെ കമന്റ് പല വീഡിയോസിന്റെ ഈ പറയുന്ന ന്യൂസിന്റെ കാര്യത്തിൽ ഐ ലവ് യു ഗൈസ്, ഐ ലവ് യു ഓൾ. എന്നെ പേഴ്സണലി വിളിച്ചിട്ട് കൊലക്കുറ്റം ചെയ്തതുപോലെ എന്റെ ഫോട്ടോ വരുന്ന കണ്ടു. പിറ്റി കേസും ഇപ്പോൾ ന്യൂസ് ചാനലുകൾ എടുത്ത് ആഘോഷിക്കാൻ തുടങ്ങിയില്ലേ, വെരി ഗുഡ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. മാത്രമല്ല എനിക്ക് പറയാനുള്ളത്, ആരാണോ ഈശ്വര അങ്ങനെയൊക്കെ പറഞ്ഞ വ്യക്തികള് കൊള്ളാം. വീഡിയോ ചെയ്ത നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. 5 വർഷമായിട്ട് ഞാൻ പലപ്പോഴും എന്റെ വീഡിയോ പറഞ്ഞൊരു കാര്യമാണ് FIR ഇട്ടതാണത്. നിങ്ങൾ FIR കോപ്പി കൊണ്ടാണല്ലോ നടക്കുന്നത്. ഈ പറയുന്നത് 5 വർഷം മുമ്പ് ഹെലനെ നമ്മളൊന്നും ഇല്ലായിരുന്നു ആ ഒരു വിഷയത്തിൽ. ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഹെലന് വേണ്ടി സംസാരിക്കുകയാണ് ചെയ്തേനെ. ഇപ്പം ഞാൻ പറയട്ടെ, പല കേസുകളിലും ഞങ്ങളിപ്പോൾ അൻസിബ വിഷയങ്ങളൊക്കെ ട്രെൻഡിങ് പോലും അല്ല, എന്നിട്ട് ഇരുന്ന് സംസാരിക്കും ഒരു പെണ്ണിന് വേണ്ടിയാണ്. ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ കാലത്ത് ഇപ്പം വേണ്ട 1 വർഷമല്ല എത്ര നാൾ വേണമെങ്കിലും നിനക്ക് വേണ്ടി സംസാരിച്ചാനെ. നിന്റെ ചേട്ടായി ആണല്ലോ സായി എന്ന് പറയുന്നത്, ആ പുള്ളിക്കാരെ സംസാരിക്കാറുണ്ടോ? ആ സമയത്ത് അവരുടെ റിയാക്ഷൻസ് വീഡിയോസ് ഒക്കെ തുടങ്ങുകയൊക്കെ ചെയ്തേ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ സംസാരിച്ചാനേ വെച്ചേ, കൊച്ചിനറിയാത്തതുകൊണ്ടാ. നമ്മള് വീഡിയോ ചെയ്തതും കുറ്റമായോ? താൻ ചെയ്യുന്ന പണിയാണോ നമ്മളും ചെയ്യുന്നത്? താൻ പിന്നെ ക്ലിപ്പ് ഒന്നും വെക്കുന്നില്ല, തമ്പ് ഒന്നും കൊടുക്കുന്നില്ല, കാരണം വല്ല സ്ട്രൈക്ക് അടിച്ചാൽ ഇനി അവരോട് റിക്വസ്റ്റ് ചെയ്യാൻ വയ്യ, അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ. നമ്മളിതെല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ FIR രജിസ്റ്റർ ചെയ്ത കേസ് ഉണ്ടായിരുന്നു. 5 വർഷമായിട്ട് ഞാൻ നടക്കുന്ന എന്റെ അടക്കം 16ഓളം സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും മൈനറായിട്ടുള്ള പെൺകുട്ടികളുടെയും ഫോട്ടോ വളരെ വലുതായിട്ട് മോർഫ് ചെയ്തിടുന്ന ഒരു സൈറ്റിനെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ എത്ര ചാനൽ അത് എടുത്തിട്ടു എന്റെ തന്നെ വെച്ചോളൂ. അല്ല, എന്റെ മോർഫ് ചെയ്തിട്ടുള്ള എന്റെ മോർഫ് ചെയ്ത ഫോട്ടോസ് ആ സൈറ്റിലുള്ള ഫോട്ടോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് വെച്ചിട്ടെങ്കിലും എത്ര ന്യൂസ് ചാനൽ അത് ഇട്ടു? ഹെലോ സ്പാട്ട് അടക്കം 16ഓളം പെൺകുട്ടികളടക്കം ഈ ഒരു പ്രശ്നത്തിൽപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് ഇതിനൊരു തീരുമാനമാവുന്നില്ല നീ ഒക്കെ ചോദിച്ചോ? എന്തോ വാല്യൂ ഇല്ലെന്നതാണ് ഈ പറയുന്നത്. ആ കണ്ടന്റ് എന്താ? അതൊക്കെ അതെന്താ പറയുക, സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആ സൈറ്റ് പൂട്ടാനും ഉള്ള കാര്യത്തിനൊക്കെ വേണ്ടിയാണെങ്കിലും എൻ്റെ കൊന്നു വെച്ച് നമ്മളെ കൊണ്ട് പറ്റുന്നേക്കണം. നമ്മൾ ആ കാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ചെയ്തേനെ. നമ്മളൊക്കെ ഇന്നലെ വന്ന ടീംസുകളാണ്. ഇപ്പോൾ വന്നിട്ട് ഈ ഒരു കാര്യം എടുത്തിടേണ്ട വല്ല ആവശ്യമുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കാരണം ഹെലൻ എന്താ സംസാരിക്കേണ്ടതെന്ന് ഹെലന് പോലും നേരെ ചോദിച്ചാൽ മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. ഉള്ള കാര്യം ഞാൻ പറയാം. ഇപ്പോൾ ആ കേസ് കേട്ട് എടുത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, എനിക്ക് ഇതുവരെ നീതിയും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതിപ്പോൾ ഇവിടെ ഇട്ടിട്ട് വല്ല കാര്യമുണ്ടോ? ആ സമയത്തൊക്കെ ഞങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാനേ ചെയ്താനേ. അതിനുവേണ്ടി തൻ്റെ കൂടെ വന്നോ ഹെൽപ്പ് ചെയ്യാനോ ഒരു മടിയില്ല. ഇപ്പോഴും ആ സൈറ്റിൽ അത് കിടപ്പുണ്ടോ? ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ടോ, ഉണ്ടെങ്കിൽ ഉണ്ടെന്നൊന്ന് പറയൂ.
നല്ലതാണ്. അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്. എന്റെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ പറ്റിയിട്ടുണ്ട്. ഐ എം വെരി 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 സോറി. ഈ പറയുന്ന പോലെ വളരെ ചെറിയ തോതിലാണെങ്കിൽ പോലും മദ്യപിച്ചിട്ട് ഞാൻ സ്റ്റേജിൽ തൊട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെന്റെ ഭാഗത്ത് വന്ന മിസ്റ്റേക്കാണ്. അതല്ലാന്നോ അത് ന്യായീകരിക്കാനോ ഒരിക്കലും ഞാൻ തയ്യാറല്ല. അതിനൊരിക്കലും റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യില്ല. താങ്ക് യു സോ മച്ച്. എന്നെ വിളിച്ചു ചോദിച്ച ആൾക്കാരോടും എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഐ എം ആബ്സല്യൂട്ട്ലി ഫൈൻ. ബിക്കോസ് എന്റെ ചുറ്റുമുള്ള ആൾക്കാർക്കൊക്കെ ഞാൻ എന്താണ് എന്നുള്ളത് അറിയാം. അത്രേ ഉള്ളൂ. നമുക്ക് നമ്മുടെ വീട്ടുകാരെയും നമുക്ക് വേണ്ടപ്പെട്ടവരെ ബോധിപ്പിച്ചാൽ മതി. ഞാനൊക്കെ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. പിന്നെ സോഷ്യൽ മീഡിയയില വന്ന കാര്യങ്ങൾ ഇപ്പം എന്തായാലും എന്താ പറയുക, MTMയുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ചില ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ട്, എന്തോ അടിച്ച് പിരിക്കാൻ കണ്ട് നിൽക്കുകയാണ്. ഇതൊക്കെ ഹേലൻ വന്നപ്പോഴാണ് ഞാൻ അറിയുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അതൊക്കെ തിരുത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതുപോലുള്ള അവസാനം സംസാരിക്കുന്ന രീതികളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു രീതി ചിലപ്പോൾ ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്തില്ല. കുറച്ചും കൂടെ നെഗറ്റീവിലോട്ട് പോകാനേ ചാൻസ് ഉള്ളൂ. ഞാൻ ജസ്റ്റ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബൈ, ലവ് യു ഓൾ ഗൈസ്. എന്തായാലും എല്ലാവരും പറയുന്ന കൂട്ട് തന്നെ എല്ലാവർക്കും തെറ്റുകൾ പറ്റും, തിരുത്താൻ ഒരു അവസരം കൊടുക്കുക, അത്രേ ഉള്ളൂ. നമ്മളൊന്നും അല്ല കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഹെലൻ അവരുടെ വീട്ടുകാരെ ബോധിപ്പിച്ചാൽ മാത്രം മതി. ഇതിപ്പം ന്യൂസിൽ അവിടെയൊക്കെ വന്നപ്പം അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് അത് വന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബൈ, ലവ് യു ഓൾ ഗൈസ്. ഈ ഒരു വീഡിയോ അവിടെ നിന്നില്ല ഇവിടെ നിന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെച്ച് സംസാരിച്ചൊരു വീഡിയോ ആണ്. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ബൈ ബൈ.